സുഹൃത്ത് നമസ്കാരം. ബിനുവാണ്. സമയം 7-8 മണിയായി. 8 മണി ആയിട്ടുണ്ട്. നമ്മളുള്ളത് വാശി ഒരു ഗല്ലി എന്ന് പറഞ്ഞ അകപ്പെട്ടു. കാരണം ഫ്ലൈവുഡ് വണ്ടി കാലിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങണ വഴിയാണ് ആ കാണുന്നത്. ആ വഴി ഫുള്ള് ബ്ലോക്കായി. ഒരു മരിപ്പ് നടന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴിയിലേക്ക് കയറി വരാനായിട്ട് ആകെ നിസ്സാര ചെറിയ ഇടുങ്ങിയൊരു റോഡുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ചില സമയത്തപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വേറെ ഒന്നുമില്ല, ചില സമയത്ത് ലോറിയിൽ വരുമ്പോൾ ഇതേപോലെ ജാമായി പോകും. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല പുറകിലൊരു രാജസ്ഥാൻ ജീജ വണ്ടി പുറകിൽ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്നത് പുറകിലൊരു ജീജ വണ്ടി ഉണ്ടാ. അവർ ഞങ്ങൾ രണ്ടാളും. അപ്പം ഇനി കാലത്ത് വണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. നേരം വെളുപ്പിന് ഇറങ്ങുള്ളൂ. ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് ഇതിനുള്ളിൽ. അപ്പോൾ ആ ഇറങ്ങണ പോയി കിട്ടാനാ പാട്. അതിപ്പോൾ ഞാൻ കാട്ടിത്തരാം. ആ വഴി ഞാൻ കാട്ടിത്തരാം. ചില ഉള്ളേരിയയിലേക്ക് 27-26 അടിയൊക്കെ ഉള്ള വണ്ടിയെ കൊണ്ട് വന്നാൽ തിരിഞ്ഞ് കിട്ടാൻ ഒരു പാടാണ് ചില ഗല്ലികളുടെ ഉള്ളിലേക്ക്. അപ്പോൾ കാട്ടിത്തരാം. ഇവിടെ ഫ്ലൈവുഡ് നമ്മൾ കൊണ്ട് ഇറക്കണത് പണി നടക്കുന്നുണ്ട്. രാത്രി പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഫ്ലൈവുഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഇനി പുറത്ത് പോയി ഭക്ഷണങ്ങൾ ശേഖരിക്കേണ്ടതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്ന വഴി ബെൻഡായി കിട്ടാൻ പാടാണ്. അത് ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഫോണിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ അത് ലോറി ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികൾ ഇറങ്ങണ്ട, തിരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഉള്ളുവഴി കൂടെ നമ്മൾ വന്നത്. അതൊരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അത് നമ്മൾ ഫോണിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നേരിട്ട് കാണുമ്പോൾ വണ്ടിയെ കൊണ്ടുവരുമ്പോൾ അത് ലോറി ഡ്രൈവർമാർക്കൊക്കെ അല്ലെങ്കിൽ വലിയ വണ്ടി ഹെവി വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും. നമ്മൾ ബോംബെ പുറത്തേക്കൊന്നും ഇറങ്ങണം. നമ്മൾ വാശി എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അത് പുറത്തേക്കൊന്നും ഇറങ്ങണം. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ അതേപോലെ നമ്മുടെ ഓരോ സമയങ്ങളിൽ ചില സ്ഥലത്ത് നിന്ന് വിടുമ്പോഴേ ഇതേപോലത്തെ അവസ്ഥകളാണ്. പിന്നെ ഇവിടെ കടകളും കാര്യങ്ങളുണ്ട്, കുടിവെള്ളമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. റോഡിലൊക്കെ പാർക്ക് ചെയ്ത് പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടികളിങ്ങനെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് പോകും. ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ള ആൾക്കാരുകളെ ഇപ്പോൾ കടയിലെല്ലാം സാധനം കൊണ്ട് കിട്ടുക. ഗ്യാസ് കുറ്റി വരെ ഇവിടെ കടയിൽ കൊടുക്കുന്നുണ്ട്. വെള്ളം എല്ലാ സാധനമുണ്ട്. ഇടിച്ചല്ല വണ്ടി. ഓട്ടോറിക്ഷപ്പേട്ട. പിന്നെ നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ ലോറിക്കാർക്ക് ഏക ഒരു ബുദ്ധിമുട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളാണ്. അതിപ്പോൾ ഇവിടെ നല്ല സൗകര്യം ഉണ്ടായിട്ടാണ് വന്നതിലൂടെ നല്ല സൗകര്യം ഉണ്ടായി. പിന്നെ ബീർ കൗണ്ടറോ അങ്ങനെ എന്തോ പരിപാടി. മദ്യം നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് പിന്നെ അത് വേണ്ട. അതാണ് അവിടെ നമ്മൾ കുളിച്ചത്. അത് ഈ മഹാരാഷ്ട്രയുടെ മുനിസിപ്പൽ, അതപ്പോൾ പബ്ലിക് ടോയ്ലറ്റല്ലടാ. അത് പബ്ലിക് ടോയ്ലറ്റാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. കാരണം നല്ല ബാത്റൂം കിട്ടലാണ് ഭയങ്കര പാട് പുറത്തേക്ക് വരുമ്പോൾ. മെറ്റീരിയലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഒരാൾക്കാരുകൾ മെറ്റീരിയൽ വർക്ക് ചെയ്ത് ഡ്രസ്സുകളൊക്കെ അടിക്കുന്നവർ. എന്നിട്ട് തല്ലുകൂടണേ. ഹലോ ഗേയ്സ്, തല്ലുകൂടുന്നുണ്ട്. അടിച്ചു പറ്റായിട്ടാണോ ദേ ഓടണ്. എന്നിട്ടാ പിള്ളേരാണോ അല്ലേ? അത് പിള്ളേരാണോ തല്ലു കൂടിയിട്ട് ഓടണ്ടാണോ? മലയാളികൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഞായറാഴ്ചയായിട്ട് വാശി ഭാഗത്തൊക്കെ പള്ളിയിലൊക്കെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ TM വണ്ടിയാണ്. പിന്നെ നമുക്ക് അതിൻ്റേതായ ഇതല്ല, ആർക്കും നമ്മൾ മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ മലയാളികളാണോ എന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ TM വണ്ടിയിലാണ് ഓടിക്കുന്നത്. നമ്മൾ ഇറങ്ങി സംസാരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലും ആൾക്കാരൊന്നും സംസാരിക്കാറുണ്ട് കേട്ടോ. ഒന്നും മെയിൻ ഹൈവേയിലേക്ക് എത്തിയിട്ടില്ല. ഇത് അല്ലല്ല, ഇത് ബോംബെക്ക് ഇനി കുറച്ചുകൂടി പോകണ്ട, സിറ്റിയിലേക്കൊക്കെ അങ്ങോട്ട് പോകണം.
ഇത് വാശി നമ്മളൊരു 3-4 കിലോമീറ്റർ വന്നിട്ട് ഒരു സ്ഥലമാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് അത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഒരുപാട് ഫ്ലാറ്റുകളും ജനസംഖ്യ തിങ്ങി പറയുന്ന സ്ഥലമൊക്കെയുള്ള എല്ലാവർക്കും അറിയാലോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒന്ന് സാധനങ്ങൾ മേടിച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എന്താ പൈസ വന്നല്ലേ കേസ്. അപ്പോൾ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ പൈസ വന്നിട്ട് നമുക്ക് തിന്നാനൊക്കെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അതുവരെ നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം അല്ലേ ഷോവിനെ? എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞായറാഴ്ച ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്. കാരണം ആളും ജോലിക്ക് പോകണില്ല. എന്നിപ്പോൾ എല്ലാവരും റോഡിലേക്ക് ഇറങ്ങും ഈ സമയമാകുമ്പോൾ. എന്നിട്ട് ബേഗൊക്കെ തുന്നണ സ്ഥലമാടാ. എന്നിട്ടാണോ ഏലോയിൽ പുതിയുണ്ട്, ഏലോയിൽ എന്തോ പുതിഞ്ഞ് കൊടുക്കണ്ടല്ലോ. എന്നിട്ടാണോ വെണ്ണക്കട്ടയോ അങ്ങനെ എന്തോ സാധനമാണ്, വെണ്ണക്കട്ടയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അതുകൊണ്ട് സാധനം എന്ത് സംഭവം മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ പൈനാപ്പിള് മറ്റുള്ള ഫ്രൂട്ട്സ് കട, പിന്നെ വാശി മാർക്കറ്റ് തൊട്ടടുത്താണല്ലോ. അതൊക്കെയാണ് കേസ് വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അന്നാകെ പെട്ടു വണ്ടി പിടിച്ചിട്ട് കാണാല്ലേ, ഞങ്ങൾ വാപ്പിക്ക് പോയാനെ വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റ.